കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടത് ഗോമതി സ്റ്റോഴ്സിലേക്ക് ആര്യം വരുവാണ്. ആര്യം വന്ന് അച്ഛനോട് പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോ ബാലനെ അവിടെ നിന്ന് ഇറക്കി വിടുവാണ്. ഇത് കണ്ടപ്പം രാമേട്ടൻ സഹിച്ചില്ല. രാമേട്ടൻ വന്നിട്ട് പറഞ്ഞു, അതെ മോൻ അങ്ങോട്ട് ചെല്ല്, ഞാൻ വൈകുന്നേരം 1000 രൂപ നിനക്ക് കൊണ്ട് തരാന്ന് പറയണം. ഈ സമയം ആര്യം പറഞ്ഞു, പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നേ, എനിക്ക് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാന്ന് പറയണം. ആര്യന്റെ മനസ്സ് അദ്ദേഹം തിരിച്ചറിയുമായിരുന്നു. രാമേട്ടൻ എത്രമാത്രം ആര്യൻ അച്ഛനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം ബാക്കി എല്ലാ മക്കളെക്കാളും കൂടുതൽ ഇവരാണ് അച്ഛനെ സ്നേഹിക്കുന്നുള്ള സത്യം തിരിച്ചറിയായിരുന്നു. പിന്നീട് ആര്യൻ അങ്ങോട്ട് പോണ സമയത്താണ് ഗോമതി വിളിക്കുന്നത്. ഗോമതി വിളിച്ചു കഴിഞ്ഞപ്പോൾ ആര്യം കോൾ എടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചു. പിന്നീട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കോൾ എടുക്കുവാണ്. മോനെ ആര്യ നീ എവിടെയാന്ന് ചോദിക്കണം. അമ്മ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, മോനെ ഇങ്ങോട്ട് വാന്ന് പറയണം. അമ്മയ്ക്കറിയാലോ അച്ഛൻ തിരിച്ചു വിളിക്കാൻ ഞാൻ അങ്ങോട്ട് വരില്ല എന്ന് പറയണം. എടാ അച്ഛന്റെ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് അങ്ങനെ അച്ഛൻ ചെയ്തല്ലേ, അല്ലെങ്കിൽ നീ എന്താ ചെയ്തേ? ആകാശിനെ സപ്പോർട്ട് ചെയ്തോണ്ട് അച്ഛനെ ഇഷ്ടപ്പെടാതെ ചെയ്തല്ലേ. എടാ അമ്മയല്ലേ വിളിക്കുന്നത്, നീ ഇങ്ങോട്ട് വരാൻ പറയണം. അമ്മേ ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്ന് പറയാം. ഓഹോ അപ്പൊ നിനക്ക് വാശിയല്ലേന്ന് ചോദിക്കണം. അമ്മ വാശിയൊന്നും അല്ല, പക്ഷേങ്കിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി അച്ഛൻ എന്നെ തിരിച്ചു കയറ്റാൻ പോകുന്നില്ല. എടാ അച്ഛനോട് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, നീ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുമെന്ന് അറിയാവോ? എനിക്ക് നിന്നെ കാണാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നിന്റെ അച്ഛന് ഏറ്റവും കൂടുതൽ നിന്നെയാടാ നിന്റെ അച്ഛൻ സ്നേഹിക്കുന്നത്. ആ സ്നേഹം നീ ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു, പിന്നെ സ്നേഹമാണ് പോലും വേറെ പുറമെ സ്നേഹം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ പ്രകടിപ്പിക്കണം. അല്ലാതെ ഉള്ളി വെച്ചോണ്ട് ഇരുന്നിട്ട് മനുഷ്യൻ അറിയില്ല. ഇപ്പോഴെനിക്ക് എന്താണോ നല്ല സ്വാതന്ത്ര്യം, എപ്പോൾ വെള്ളം എഴുന്നേറ്റാൽ മതി, ഒരു കുഴപ്പമില്ല, ആരും തല്ലാനോ അടിക്കാനോ ഒന്നും വരില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു, അതെ നിനക്ക് നിന്റെ അച്ഛനെ അറിയത്തില്ലാഞ്ഞിട്ടാ, ഇനിയെങ്കിലും നീ നിന്റെ അച്ഛനെ മനസ്സിലാക്കണമെന്ന് പറയാം. ശരി എനിക്ക് അതിപ്പം ധൃതിയുണ്ടെന്നും പറഞ്ഞിട്ട് ആര്യൻ കോളം കൂടി വെക്കുവാണ്. ഗോമതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. കാരണം ഗോമതി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല താൻ വിളിച്ചു കഴിയുമ്പോഴെങ്കിലും അവൻ വരും എന്നൊരു ചിന്തയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീടാണെങ്കിൽ ആര്യനാണെങ്കിൽ അമ്മേനെ കാണാതെ ഒരു രക്ഷയില്ലായിരുന്നു. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി അമ്മേനെ ഒന്ന് കാണണം. പിന്നീട് ആര്യം പതുങ്ങി അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതി അടുക്കളയിലുണ്ടായിരുന്നു. അപ്പം ബാലിനില്ലാത്ത സമയം നോക്കിയാ ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് ആര്യനെ കണ്ടു ഭയങ്കര സന്തോഷം. മോനെ കയറി വരാൻ പറയണം. വേണ്ട വേണ്ട, അതെ ഞാൻ എങ്ങാനും ഇപ്പൊ കയറി വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ എങ്ങാനും ഈ സമയത്ത് വന്ന് അതോടുകൂടി തീർന്നു. എനിക്ക് അമ്മേനെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. അതെ വന്ന് ആഹാരം കഴിക്കാൻ പറഞ്ഞല്ലോ അമ്മേ, ഇനി ആഹാരം കഴിക്കാൻ എന്നിട്ടുണ്ട് ശരിയാവത്തില്ല, ഞാൻ അമ്മേൻ്റെ അടുത്തുനിന്ന് കഴിച്ചോളാന്നേ, എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും മോനെ നിന്റെ അച്ഛനോട് നീ ദേഷ്യമൊന്നും കാണിക്കരുത്. എനിക്ക് എന്ത് ദേഷ്യം, അച്ഛനോട് ദേഷ്യം? നല്ല കഥയായിപ്പോയി. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ, അച്ഛൻ്റെ അടി പേടിക്കാതെ കിടന്നുറങ്ങാലോ എന്ന് പറയണം. ഇത് കേട്ടതും ഗോമതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ഗോമതി ആര്യനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ആരും കൂട്ടാക്കില്ല. അതെ എന്നാ ഞാൻ വിട്ടേക്കുക, ഇനിയിപ്പൊ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. അതെ ഇനി അച്ഛനെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അത് മതി, ഇനിയിപ്പൊ അമ്മയും കൂടെ ചീത്ത വെക്കുമെന്ന് പറഞ്ഞിട്ട് ആര്യം പോവാണ്. വല്ലാത്ത സങ്കടമായിപ്പോയി ഗോമതിക്ക്. പാവം വന്നിട്ടൊരു ആഹാരം പോലും കഴിക്കാതെ പോയത്, അതോർത്ത് വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ജോലിക്ക് പോയ മീനാക്ഷി എന്ന് ചെയ്യുമ്പം എല്ലാവരും സഹപ്രവർത്തകരൊക്കെ വെച്ച് കല്യാണം കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. മീനാക്ഷിക്ക് യാതൊരു കുലുക്കമില്ലായിരുന്നു. കാരണം മീനാക്ഷി ഇച്ചിരി ബോൾഡായ പെൺകുട്ടി ആയതുകൊണ്ട് എന്തിനെ നേരിടാം, എന്ത് വെല്ലുവിളിയെ നേരിടാന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞപ്പോഴും മീനാക്ഷി ഉള്ളിൽ വീട്ടിലെ കുറച്ച് ഓർമ്മകൾ വന്നു. അച്ഛനും അമ്മേനെ കുറിച്ചും. സാധാരണഗതിയിൽ അമ്മ എന്തും ചോറൊക്കെ പൊഞ്ഞിട്ട് തന്നുവിടുന്ന, ഇന്ന് പക്ഷേ ചോറൊന്നും കൊണ്ടാതെയാണ് മീനാക്ഷി പോയേക്കുന്നത്. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മേനെ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് ഓർത്തുകൊണ്ട് മീനാക്ഷി അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കണം. അങ്ങനെ ഫോൺ ആദ്യം ഒന്ന് ബെല്ലടിച്ചു. പിന്നീട് രണ്ടാമത് മീനാക്ഷിയുടെ ഇതാന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ കോളങ്ങൾ കട്ടാവുകയാണ്. മീനാക്ഷിക്ക് മനസ്സിലായി അത്ര പെട്ടെന്നൊന്നും അവരടുക്കാൻ പോകുന്നില്ല. അച്ഛൻ പറയുന്നു അമ്മ അനുസരിക്കുള്ളൂ, ഇനിയിപ്പോൾ താൻ അവരെ വിളിച്ചിട്ട് കാര്യമില്ല. അവരുടെ മനസ്സിന്റെ വിഷമം എപ്പോഴെങ്കിലും ഒന്ന് മാറിയെങ്കിൽ മാത്രം ഇനിയിപ്പോൾ കാര്യമുള്ളെന്ന് മനസ്സിലായി. പിന്നീട് അലോക് വീട്ടിലേക്ക് വരുവാണ്. അലോക് വീട്ടിലേക്ക് വരുമ്പോൾ മിത്ര ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കുക. അല്ല എന്ത് കാര്യങ്ങൾ? അല്ല ആരിനെ കാണാൻ പോയിട്ട് അതോ അവനെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. അവൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? അതെ അതെ. ഇത് കേട്ടപ്പോൾ മിത്രയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇനി അവനെ വെച്ചിട്ട് വേണം നമുക്കൊരു കളി കളിക്കാനായിട്ട്. ഞാൻ അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ ഇങ്ങോട്ട് വരാൻ കൂട്ടാക്കില്ല. അത്ര പെട്ടെന്നൊന്നും വരാൻ പറ്റില്ലല്ലോ, ആ ഒരു ശത്രുത അവന്റെ മനസ്സിലുണ്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അധികം വൈകാതെ തന്നെ നമുക്ക് ദേവമംഗലംകാരെ തകർക്കാൻ പറ്റുമെന്ന് പറയണം. ഇത്രയും പറഞ്ഞിട്ട് അലോ അങ്ങോട്ട് അകത്തേക്ക് കയറി പോകുമ്പോഴാണ് ബാക്കി നന്ദിനിയും ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് മിത്രോട് ചോദിച്ച് എന്താ കാര്യം, അവൻ എന്താ പറഞ്ഞിട്ട് പോയെന്ന് ചോദിക്കില്ല. ഒന്നുമില്ലാന്ന് പറയണേ. സത്യം പറ, നീ അവനും കൂടെ എന്ത് പ്ലാനാണ് നടത്തിയെന്ന് ചോദിക്കും. ഒരു പ്ലാനും നടത്തിയിട്ടില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ അധികം വൈകാതെ സംഭവിക്കുന്ന എന്ത് കാര്യങ്ങൾ, അതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ആ സസ്പെൻസ് അങ്ങോട്ട് പോയില്ലെന്ന് പറയാം. ഈ സമയം മുത്തശ്ശി പറഞ്ഞു, അതെ
മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ട് വേണ്ടാത്ത കുരുത്തക്കേടൊന്നും പോവരുത്. അതും ആ ലോകിനെ കൂടെ കൂട്ടുപിടിച്ച് രണ്ടുപേരും കൂടെ ആങ്ങളെയും പെങ്ങളും കൂടെ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചാണ്ടല്ലോ. ഇനി എന്തിനു ഏത് ഞങ്ങളൊന്നും കൂട്ടു നിൽക്കില്ല എന്ന് പറയണം. ഇത് കേട്ട് ഇപ്പം നന്ദിനി ശരിയാ അമ്മ പറഞ്ഞ തന്നെ അതിനോട് തന്നെ ഞങ്ങൾ യോജിക്കുന്നേ. പറഞ്ഞു കേട്ടല്ലോ, ഇവിടുത്തെ തന്നെ ചോരയത്, നിന്റെ അച്ഛന്റെ പെങ്ങളത്. ആ ഒരു ഓർമ്മ നിനക്ക് എപ്പോഴും വേണമെന്ന്. പിന്നെ അച്ഛന്റെ പെങ്ങള്, ആ ഒരു ചിന്ത അവർക്കൂടെ വേണ്ടേന്ന് പറയാണ്. ഇത് കേട്ടപ്പം നന്ദിനിക്ക് പറഞ്ഞു ഇവളോട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പുറകെയായിരിക്കും ഇവളുടെ നടപ്പ്. പിന്നീട് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ബാലിനിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് രാമേട്ടൻ ചെല്ലുന്നത്. രാമേട്ടൻ ചെന്നിട്ട് ചോദിച്ചു, അല്ല ബാല എന്ത് പറ്റി നിനക്ക്, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല രാമേട്ടാന്ന്. എനിക്കറിയാം ആരിനെ കുറിച്ച് ഓർത്തല്ലേ നിന്റെ വിഷമം. നിന്റെ ഇത്രയും മക്കളില് ഏറ്റവും നല്ലവൻ അവനാ. അവന്റെ മനസ്സ് നീ ഇതുവരായിട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടപ്പം ബാലൻ ചോദിച്ചു, ഓഹോ അവന് സപ്പോർട്ടുമായിട്ട് വന്നിരിക്കും അല്ലേന്ന് ചോദിക്കണം. സപ്പോർട്ടായിട്ട് വന്നതല്ല, അവനെ എനിക്കറിയാം. ഇപ്പോഴും നീയാണ് മനസ്സിലാക്കാതിരിക്കുന്നത് പറയണം. ബാലൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കാത്തോ? അവൻ എന്നോട് കാണിച്ച കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ രാമേട്ട, എന്നിട്ടാണോ ഭാര്യനെ അവന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുക. എന്ത് കാണിച്ചെന്നാ? അവന്റെ ചേട്ടനെ സഹായിച്ചു, അതിന്റെ പേരിലല്ലേ ഇറക്കി വിട്ടത്. പക്ഷെ ഇപ്പോഴും നിന്നോടുള്ള ആ സ്നേഹം മനസ്സിലുണ്ട്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? 1000 രൂപ ചോദിക്കാൻ വേണ്ടിയിട്ട് അവൻ നിന്റെ അടുത്ത് വന്നേന്നോ? നിനക്ക് തെറ്റി. നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവന് നിന്റെ അടുത്തേക്ക് വന്നത്. നിന്റെ ഒരു വഴക്ക് കേൾക്കാഞ്ഞിട്ട് അവനൊരു സമാധാനം ഇല്ലായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോകുന്ന നിനക്ക് ഇല്ലാതെ പോയല്ലോ ബാല എന്ന് പറയണത്. ബാല ചോദിച്ചു, അല്ല ഇതൊക്കെ രാമേട്ടനോട് ആരാ പറഞ്ഞേ? അവൻ തന്നെ പറഞ്ഞേ 1000 രൂപ അവന് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, വേണ്ട എനിക്ക് അച്ഛനെ ഒന്ന് കാണായിരുന്നു. അച്ഛൻ്റെ വായനൊരു ചീത്ത കേട്ടാലേ എനിക്കൊരു സമാധാനമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ 1000 രൂപയുടെ കാര്യം പറഞ്ഞ് വന്നേന്ന് പറയാം. ബാലിന്റെ 2 കണ്ണും നിറഞ്ഞു. കാരണം ബാലിനറിയാം ബാക്കി മക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനാണ് തന്നോടെന്ന് മാത്രമല്ല കുടുംബത്തോടെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള. ബാക്കി 2 പേരും അവരുടെ സ്വന്തം കാര്യം നോക്കി കുറച്ചൊക്കെ നിൽക്കും. പക്ഷെ അങ്ങനെ ആരും അങ്ങനെയല്ല. തെറ്റോ ശരിയോ അത് കണ്ട അവിടെ അവൻ വിളിച്ചു പറയും. തൻ്റെ മനസ്സുള്ള കാര്യം ആരോടാണെങ്കിലും വെട്ടി തുറന്ന് പറയാനായിട്ട് അവനൊരു മടിയില്ലെന്ന് ബാലിന് നന്നായിട്ടറിയാം. അതിപ്പോൾ ബാലിനോടാണെങ്കിലും കൊള്ളാം, ഗോമതിയോടാണെങ്കിലും കൊള്ളാം. പിന്നീട് രാമയുടെ നേരെ ധർമ്മൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം ധർമ്മം പറഞ്ഞു, എനിക്കറിയാം അവൻ്റെ മനസ്സ്. അവൻ ആ കുടുംബത്തിലെ ഏറ്റവും നല്ലവന്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവനെ. അതുകൊണ്ട് ഇപ്പം അവൻ പോയാൽ ഏറ്റവും വിഷമം എനിക്കാണ്. കാരണം ഞാനും അവനും ആയിരുന്നല്ലോ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടിരുന്നേ. ഇതിപ്പോൾ രാമേട്ടൻ പറഞ്ഞു, അധികം വൈകാതെ അവനങ്ങ് എത്തുന്നേ. അവനിങ്ങനെ അധിക ദിവസം നിങ്ങളെല്ലാവരും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. ധർമ്മം പറഞ്ഞു, എന്ത് കാണിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവനെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടണം രാമേട്ടാന്ന് പറയാണ്. അങ്ങനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് മീനാക്ഷി വീട്ടിലേക്ക് വരുവാണ്. മീനാക്ഷി വീട്ടിൽ വന്ന് കാപ്പിയുടെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോവനയും ദൈവമാണ് മിറ്റം അടിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. ഇത് കണ്ടപ്പോൾ തന്നെ മീനാക്ഷിയും കൂടെ എന്നിട്ട്, അമ്മ ഇങ്ങോട്ട് ഞാൻ അടിക്കാന്ന് പറയാം. ഇത് കണ്ടപ്പോൾ ഗോവന്തി, വേണ്ട ഞാൻ അടിച്ചോളാം, എനിക്ക് അടിക്കാൻ അറിയാന്ന് പറയണം. നീ അടിച്ചിട്ടില്ല എന്നാ ഇത്രയും ദിവസം മിറ്റം അടിച്ചതൊക്കെ? അമ്മേ ഞാൻ അടിച്ചോണ്ട് എന്താ കുഴപ്പമിരിക്കുന്നേ? ഈ സമയത്താണ് അപ്പുറത്ത് കൃഷ്ണമംഗലത്ത് നന്ദിതൻ, രാജേശ്വരി, മിത്രയും മുത്തശ്ശി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നേ. അവരൊക്കെ അപ്പം ഈ കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷി പറഞ്ഞു, അമ്മേ ഇപ്പം അമ്മ എനിക്ക് മിറ്റം അടിക്കാൻ തരുവാണ്, അമ്മയ്ക്ക് അതൊരു ഗുണമാണെന്ന് പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? കണ്ടില്ല അവരെല്ലാം നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? അവരുടെ മുന്നിൽ നമ്മൾ ഒട്ടും താന്നു പോയിട്ടില്ല, നമ്മൾക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇവിടെ നമ്മളെല്ലാവരും സന്തോഷത്തോടെ കഴിയുന്നതെന്നെങ്കിലും അവരെല്ലാം വിശ്വസിക്കണം. അവരെ അങ്ങനെ വിശ്വസിപ്പിക്കണം. അങ്ങനെ അവരുടെ മുന്നിലെങ്കിലും അമ്മ എൻ്റെ അടുത്തൊന്ന് അഭിനയിക്കണമെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതിക്ക് തോന്നി, കൊള്ളാലോ ഇത് നല്ല ഐഡിയ ആണല്ലോ എന്ന് തോന്നുവാണ്. പിന്നീട് മിത്ര എന്ത് ചെയ്യണം, ആ ചൂലിങ്ങൾ പിടിച്ചു വാങ്ങിയിട്ട്, അമ്മ ഞാൻ അങ്ങ് അടിച്ചോളാം എന്ന് വേണം, അമ്മ എന്തിനാ വെറുതെ ഇങ്ങനെ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചൂലിങ്ങോട്ട് പിടിച്ചു വാങ്ങി. അപ്പോൾ അപ്പുറത്തെല്ലാവരും നോക്കിയിരിക്കുക. സമയത്ത് ഗോമതി, അതെ അവിടെ നല്ല കരിയിലും ഉണ്ട് കേട്ടോ, അവിടെ നല്ലതായിട്ട് വൃത്തിയാക്കണം കേട്ടോ, നന്നായിട്ട് അടിക്കണം മോളൂ എന്ന് പറയണേ. പേര് പോലും അല്ല വിളിക്കുന്നത്, മോളൂന്ന് വിളിക്കുന്നത്. കൃഷ്ണമംഗലത്തുകാരെ കേൾപ്പിക്കാനായിട്ടാ വിളി. പിന്നീട് അപ്പുറം നിന്ന് മുത്തശ്ശി വിളിച്ചു, ഗോമതിയുടെ അമ്മ വിളിച്ചു ചോദിച്ചു, അല്ല മോൾക്ക് എവിടെയാ ജോലിന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും മീനാക്ഷിയോട് ഗോമതി ചോദിച്ചു, അല്ല മോൾക്ക് എവിടെയാ ജോലി? അത് സബ് രജിസ്ട്രാർ ഓഫീസിലെ അമ്മയെന്ന് പറയാണ്. പെട്ടെന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നാക്കുളുക്കിപ്പോയി ഗോമതിക്ക്, പറയാൻ പറ്റില്ല. ഇത് കേട്ടപ്പോൾ അപ്പുറത്ത് നിന്ന് നന്ദിനി മിത്ര എല്ലാവരും കൂടെ ചിരിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ നിന്ന് ഗോമതി അധികം ആരും ചിരിക്കുമൊന്നും വേണ്ട, എൻ്റെ മോനെ നല്ലൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പം ആരും അതിനെ ചിരിക്കാമെന്നില്ല, പലചരക്കാരനിപ്പം നല്ലൊരു ജോലിക്കാരനെ തന്നെയല്ലേ കിട്ടിയിരിക്കുകയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം മുത്തശ്ശിക്ക് ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ മിത്രയ്ക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൻ ഒരു കാരണവശാലും ആ വീട്ടിലേക്ക് നല്ലൊരു ജോലിക്കാരി വരില്ല. അങ്ങനെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ
അലോകിന്റെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ നന്ദിതയ്ക്കോ രാജേശ്വരിക്കോ ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു പെൺകുട്ടി ആ വീട്ടിലേക്ക് കയറി വരണമെന്ന് മാത്രമായിരുന്നു അവരുടെ ഉള്ളിൽ ആഗ്രഹം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.